വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ഹെയർ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ കട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് എന്ന് വെച്ചാൽ ലെയർ കട്ട് പോലത്തെ ഒരു കട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പോയില്ല, എന്നാലും നല്ല ഹെയർ കട്ടിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല കട്ടിയായിട്ട് തന്നെ അതേപോലെ തന്നെയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്രാവശ്യം വെച്ചാൽ ഞാൻ കുറച്ച് ഹെയർ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. അപ്പം തന്നെ എൻ്റെ ഹെയർ ഞാൻ ഫസ്റ്റ് മുതലേ കാണിച്ചുതരാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ ഉള്ളത്. അപ്പോൾ കുറേ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നൂലാമാലകൾ പോലെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കാൻ പോവാണ്. നമുക്ക് മുടിയുടെ ചിക്കൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിൽ ചിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജട എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഞാൻ ജടയൊക്കെ ഇത് മാറ്റണം. അപ്പോൾ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മുടെ ജടയൊക്കെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ താഴെയുള്ള ഭാഗം നിന്ന് ആദ്യം നന്നായിട്ടൊന്ന് ചായച്ച് കൊടുക്കുക. അതിന് ശേഷം മുകളിലത്തെ ഭാഗത്ത് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ വേഗം നമ്മുടെ ജടയൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഞാൻ പുരികത്തിൻ്റെ സൈഡിൽ നിന്നാണ് ആദ്യം തന്നെ എടുത്തത്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ചീകി കൊടുത്തതിന് ശേഷം ഇത് മുടി ഒന്ന് ചുരുട്ടി കൊടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരെ തന്നെ ആക്കിയിട്ടാണ് കത്രിക നേരെ മേടിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും മുടിയാണ് ഇപ്പം പോയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ജാസ്തി ആക്കിയിട്ടാണ് മുടി ഇപ്പം കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഈ പുരികത്തിൻ്റെ ഈ തുമ്പിൽ നിന്ന് തന്നെ നമ്മൾ മുടി എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ വീണ്ടും മുടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ചുരുട്ടിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചീകി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ചെവിയുടെ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ പുറകിൽ നിന്ന് മുന്നിലേക്ക് മുടിയിട്ട് നന്നായി ചീകി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നന്നായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് മുഴുവനായിട്ട് മുടി നമ്മൾ മുന്നിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക. ഉള്ളിലത്തെ ജടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഒരു ചിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നേരത്തെ ചെയ്ത പോലത്തെ റിപ്പീറ്റ് ആക്കിയിട്ട് തന്നെ മുടി ഫുള്ളായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. താഴെ വരിയാക്കി നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമ്മൾ കത്രികേനെ കൊണ്ട് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കത്രികയ്ക്ക് ചെറിയൊരു മൂർച്ചയൊക്കെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിസ്ക് പരിപാടി എടുത്ത പോലെയാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ പരിപ്പം ഇപ്പോൾ ഇതാ ഇങ്ങനെയായിട്ടാണല്ലോ. അപ്പം നല്ല ഷോർട്ട് ഹെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിയിലൊക്കെ ആയിട്ട് നല്ലൊരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു കട്ടി തോന്നിക്കുന്ന പോലെയാക്കിയുള്ള ഒരു ഹെയർ കട്ടാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചീർപ്പിനെ കൊണ്ട് നന്നായിട്ടൊന്ന് ചായച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം മുടി വീണ്ടും കുറച്ച് നീളമായിട്ടാണല്ലോ. അപ്പം ഞാൻ വീണ്ടും കുറച്ച് മുടി കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്ന് ലെവലാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നമ്മൾ ഏത് സൈഡിലാണോ വരി എടുക്കുന്നത് വെച്ചാൽ ആ സൈഡിലോട്ടേക്ക് മുടി ആക്കി വെച്ചിട്ട് നമ്മൾ മുന്നിൽ നിന്ന് ബാക്കിലോട്ടേക്ക് ഫുള്ളായിട്ട് മുടിയുടെ തമ്പത്തിലേക്ക് നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് നേരെയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ഹെയർ കട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ സിമ്പിളാണ്, ഹമ്പിളാണ്, എല്ലാവർക്കും നന്നായിട്ട് ചേർന്ന് പോകുന്നൊരു ഹെയർ സ്റ്റൈലും കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഷോർട്ട് ഹെയർ എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെയർ കട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുന്നതാണ് ഭയങ്കര പൈസ കൊടുത്തിട്ട് എന്തായാലും നന്നായിട്ട് ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല പൈസ ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോരോ ഹെയർ കട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്വയം ചെയ്താൽ തന്നെ പൈസയും ലാഭവും നമ്മുടെ കാര്യവും നടക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മുടി വെട്ടാൻ അറിയാവുന്നവർ മാത്രം ചെയ്താൽ മാത്രം മതി കേട്ടോ. എൻ്റെ ഹെയർ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരാൾ പണി വാങ്ങിയിട്ട് കെട്ടാൻ നിൽക്കണം. കാരണം ഞാൻ ആദ്യമൊക്കെ ഓരോരുത്തരെ കണ്ടിട്ട് തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയാണ്ട് തന്നെ ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് എൻ്റെ ഹെയർ ഭയങ്കര പണി വാങ്ങി കെട്ടിയിട്ടോ. അപ്പോൾ ഇപ്പം പിന്നെ എൻ്റെ ഹെയർ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തത്. ഇതുവരെ ആദ്യമൊക്കെ എൻ്റെ അച്ഛനായിരുന്നു കട്ടൊക്കെ ചെയ്താറ്, എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് വലുതായതിനു ശേഷം ഞാൻ തന്നെ കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.